നമ്മളുണ്ടല്ല രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇത്ര കൈകളിലേക്ക് താക്കോൽ കൊടുക്കാൻ പോണത്. അടിപൊളിയായിട്ടാ. അപ്പോ ഈ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന അർബാനിയുടെ താക്കോലാണ്. വൈറ്റ് വണ്ടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു 4-5 ദിവസം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടതാണ്. കാരണം വണ്ടി കൊണ്ടുവന്നപ്പോൾ സംഭവം കാര്യങ്ങളെല്ലാം അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇപ്പോൾ സമയം തന്നെ 7-8 മണിയായി. ഏതാണ്ട് 5:30-6 മണിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് 1-2 മണിക്കൂർ വൈകി. എന്തായാലും ഞാൻ ക്ഷമ വയ്ക്കുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർ ഉച്ചയായപ്പോൾ വന്നതാണ്. പക്ഷെ എന്നാലും ഭംഗിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് വളരെ സെറ്റപ്പായിട്ട് വേണ്ട വിധത്തിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഭംഗിയായിട്ട് തീർത്ത് സെറ്റപ്പായിട്ട് ഇന്നിപ്പോൾ ഇറങ്ങാൻ പോവാണ്. കാരണം ഇത് മൊത്തം ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പേരാകും? 5 പേരുണ്ടല്ലേ? അല്ല നമ്മൾ ആ വണ്ടി വന്നപ്പോൾ 5 പേരുണ്ട്. ഒരാളുണ്ടായില്ലേ? ചേട്ടൻ ഉണ്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും പരിചയപ്പെടുത്താം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടി വന്നപ്പോൾ ഒരാളുടെ കുറവുണ്ടായിരുന്നു, പുള്ളിക്കാരൊന്ന് തിരക്കിലായി പോയി. അപ്പോൾ എന്തായാലും വന്നു സെറ്റപ്പായിട്ട് നമ്മൾ വണ്ടിയുടെ കയറ്റി റെഡിയാക്കി നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോണ്. അപ്പോൾ താക്കോല് ഞാൻ കൊടുക്കാൻ പോണ്. അതിന് മുമ്പ് നമുക്ക് ഓരോരുത്തരൊന്ന് പരിചയപ്പെടാം. ഒരു പ്രാവശ്യം നമ്മൾ പരിചയപ്പെട്ടാണ്, പക്ഷേ എങ്കിലും വണ്ടി ഇറങ്ങുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ, പേരെന്താണ്? എൻ്റെ പേര് പ്രിൻസ്. പ്രിൻസ് ചേട്ടൻ തൃശ്ശൂർ തന്നെയാണ് വീടല്ലേ? കുറെ നാളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളാണല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള അഭിപ്രായം? പറ്റി നല്ല അഭിപ്രായമാണ്. നമുക്ക് പറഞ്ഞ ഡേറ്റിന് വണ്ടി കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ സന്തോഷം ഉണ്ടായില്ല. ഓക്കെ താങ്ക് യു. ചേട്ടൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ ഒരുമിച്ച് അല്ലേ? ഒറ്റ സ്ഥലമാണ് എല്ലാവരും അല്ലേ? നമുക്ക് ഏതൊക്കെ വണ്ടികളുണ്ട്? അപ്പോൾ വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും പല പല വണ്ടികളൊക്കെ ഉള്ള ആൾക്കാരല്ലേ? വേറെ ഏത് വണ്ടിയുള്ള നമുക്ക്? ക്രിസ്റ്റ, ഇന്നോവ, പഴയ മോഡൽ ഇന്നോവ ഒക്കെ ഉണ്ടല്ലേ? ഓ അത് ശരി. എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണനല്ലേ? ഉണ്ണികൃഷ്ണൻ ഞാനാണ്. അപ്പോൾ വന്ന് ഉണ്ണികൃഷ്ണന് കാലുവേദന പ്രശ്നമുണ്ടോ? ആണല്ലേ? ഞങ്ങളുടെയൊക്കെ മെയിൻ പ്രശ്നമോട്ടെ കാലുവേദന. കുറേ നിന്ന് കഴിഞ്ഞാൽ കാലുവേദന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നമ്മുടെ ബാനിശേട്ടനാണ്. അപ്പോൾ ബാനിശേട്ടൻ വന്നു. ഒരുമിച്ച് എല്ലാവരും കൂടി വന്ന 4 പേരുണ്ടായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ബാനിശേട്ടൻ ഇപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബാനിശേട്ടൻ നല്ല മുണ്ട് കൊടുത്തോളാം. എടാ മുണ്ടൊന്ന് കാണിച്ചത് വെള്ളം മുണ്ടൊക്കെ കൊടുത്ത് വന്നതാണ്. അന്ന് തന്നെ സെറ്റപ്പായിട്ട് ചുള്ളനായിട്ട് വന്നതാ. ഒരു ചേഞ്ച് വേണമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ബാനിശേട്ടാ. ഇത് അനൂപേട്ടനാണ്. അനൂപേട്ടൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നാളെ ഒരു ട്രിപ്പ് തുടങ്ങണല്ലേ? തകർക്കണേണ്. നാളെ പുലർച്ചെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? രാമക്കൽമേട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാര്യങ്ങളെല്ലാം വേണം. കാരണം ഫസ്റ്റ് ട്രിപ്പാണ്. എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ. കാരണം വെച്ചാൽ അവർ 5 പേര് അടങ്ങുന്ന ഒരു കൂട്ടുകാരന്മാരെല്ലാവരും കൂടി കൂടിയിട്ടൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നതാണ്. ഓക്കെ, ചേട്ടൻ്റെ പേര്? ബൈജു ചേട്ടനായിട്ട് ഇല്ലായിരുന്നത്. അന്ന് വണ്ടി കൊണ്ടുവന്നപ്പോൾ ഇവർ 4 പേരുണ്ടായുള്ളൂ. ബൈച്ചേട്ടൻ ഉണ്ടായില്ല. പാർട്ട്ണറായിട്ട് ബൈച്ചേട്ടനും കൂടി ഉള്ളതാണ്. അപ്പോൾ 5 പേരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അല്ലേ മുന്നോട്ടുള്ള യാത്ര എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് നമ്മുടെ സാരഥിയാണ്, വണ്ടി കൊണ്ടുനടക്കുന്നത്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ലിജോ. വേറെ വീട് എവിടെ? ഇതെന്തൊക്കെയാണ്? മാലയാണോ? കൊന്തയാണല്ലേ? ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ രാവിലെ ട്രിപ്പ് പോകണല്ലേ? അല്ല, എവിടെയാണ്? ഏത് റൂട്ടിലേക്കാണ് പോകുന്നത്? രാമക്കൽമേട്. അപ്പോൾ രാമക്കൽമേടുള്ളവരൊക്കെ നിൽക്കട്ടെ. സെറ്റപ്പായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരികയാണ്. ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥന വേണം. അതേപോലെ തന്നെ നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകണം. അധികം വൈകുന്നില്ല. കാരണം ഏതാണ്ട് 7:30 മണി 8 മണിയായിപ്പോൾ. അപ്പോൾ എന്തായാലും താക്കോൽ കൊടുക്കാൻ പോകും കേട്ടോ. താക്കോൽ കൊടുക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടാ, സെറ്റപ്പാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, റെഡി അല്ലേ? ബാനിശേട്ടൻ വർക്ക്ഷോപ്പിനെ പറ്റി 2 വാക്ക് പറഞ്ഞു. വർക്ക്ഷോപ്പിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്പിന്റെ ഒരു പഞ്ച്വാലിറ്റിയാണ്. കാരണം നമ്മൾ 5:30-6 മണിക്ക് വണ്ടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്രത്തിൽ ട്രാവലർ ഞാൻ കുറേ വർഷമായിട്ട് കൊണ്ടുനടക്കുന്നത് 27 വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഡെയിലി ആയിട്ട് വണ്ടി കൊടുക്കാം. അപ്പോൾ വാക്കിനൊരു വിലയുണ്ടല്ലോ നമ്മുടെ. അത് മൊത്തത്തിൽ ഇന്നത്തെ കാലത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാധനം. അത് ഇന്ന് ഇവിടെ കിട്ടി. ഓക്കെ, പിന്നെ വർക്ക് ഒരുവിധം ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യേണ്ടത്. എന്ത് പറഞ്ഞാലും അത് മനസ്സിലായിട്ട് തിരുത്തി തരാൻ തയ്യാറാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു കേട്ടാ. ഇനി അപ്പോൾ എല്ലാവരും കാണാം കേട്ടാ. ഇനി മഞ്ഞോട്ടാ. ഓക്കെ, ബൈ. ഓക്കെ.